അടുത്ത് പഠിക്കുന്ന സെഷൻ ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ് ആൻഡ് ഹാങ്ങിങ് കേബിൾസ് ആണ്. അപ്പോൾ ഒരു ഹൈപ്പർബോളിക് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് നമുക്ക് e⁻x എന്ന് പറയുന്ന ഫംഗ്ഷന് ഒരു ഈവൻ ഫംഗ്ഷൻ്റെ ഓഡ് ഫംഗ്ഷൻ്റെ സം ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പം e⁻xന് നമുക്ക് e⁻x പ്ലസ് e⁻−x/2 പ്ലസ് e⁻x മൈനസ് e⁻−x/2 എന്ന് എഴുതാൻ പറ്റും. അതിൽ ആദ്യം എഴുതിയിരിക്കുന്ന ആൾ e⁻x പ്ലസ് e⁻−x/2 ആണ് അതിലെ ഈവൻ ഫംഗ്ഷനും, ഈ രണ്ടാമത് എഴുതിയിരിക്കുന്നത് ഓഡ് ഫംഗ്ഷനും. തിരിച്ച് നമ്മളിതിനെ സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് e⁻x തന്നെയാണ് കിട്ടുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്നത് e⁻x എന്ന് പറയുന്ന ഫംഗ്ഷന് e⁻x പ്ലസ് e⁻−x/2 പ്ലസ് e⁻x മൈനസ് e⁻−x/2 ഇങ്ങനെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. ഇത് തിരിച്ച് e⁻x ആക്കാൻ പറ്റുമോ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി e⁻x/2 പ്ലസ് e⁻−x/2 ഡിനോമിനേറ്റർ സ്പ്ലിറ്റ് ചെയ്തു, പ്ലസ് e⁻x/2 മൈനസ് e⁻−x/2 ഇവിടെയും ഡിനോമിനേറ്റേഴ്സ് സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ പ്ലസ് e⁻−x/2ഉം മൈനസ് e⁻−x/2ഉം ക്യാൻസൽ ചെയ്യാം. പിന്നെ ഇവിടെ ഉള്ളത് ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്യുക. 2 e⁻x ഉണ്ട്, 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്ക് തിരിച്ച് e⁻x എന്ന് പറയുന്ന ഫംഗ്ഷൻ തന്നെ കിട്ടി. അപ്പോൾ e⁻x എന്ന് പറയുന്ന ഫംഗ്ഷനെ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല, കാരണം തിരിച്ച് നമുക്കത് സോൾവ് ചെയ്യുമ്പോൾ e⁻x തന്നെയാണ് വരുന്നത്. ഇനി നമുക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫോമുല പഠിക്കണം. അതായത് ഹൈപ്പർബോളിക് ഫംഗ്ഷൻ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ സൈൻ h(x), അതായത് സൈൻ h(x)ൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് e⁻x മൈനസ് e⁻−x/2, cos h(x)ൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് e⁻x പ്ലസ് e⁻−x/2. സാധാ സൈനും കോസും മാറിയിട്ട് ഹൈപ്പർബോളിക് സൈനും ഹൈപ്പർബോളിക് കൊസൈനും ആവും. അപ്പോൾ ഹൈപ്പർബോളിക് ആണെന്ന് അറിയാനായിട്ടാണ് നമ്മൾ ഈ ഹെച്ചിൻ്റെ റെപ്രസെൻറ്റേഷൻ ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫോമുലാസ് നമുക്ക് അറിഞ്ഞിരിക്കണം. അത് ഈ ഡെഫിനിഷനകത്തുണ്ട്. സൈൻ h(x)ൻ്റെതും കോസ് h(x)ൻ്റെതും ഇപ്പോൾ പറഞ്ഞു. ഹൈപ്പർബോളിക് ടാൻജൻറ്റ്, അതായത് ടാൻ h(x) എന്ന് പറയുന്നത് സൈൻ h(x) ബൈ കോസ് h(x) ആണ്. 2 2 അങ്ങ് ക്യാൻസൽ ചെയ്താൽ മതി. അതുപോലെ കോട്ട് h(x) എന്ന് പറയുന്നത് ടാൻ h(x)ൻ്റെ റെസിപ്രോക്കലാണ്. ഇയാളെ നേരെ തല തിരിച്ചിടുമ്പോഴത്തേക്ക് കോട്ട് h(x) ഇടും. സീക്ക് h(x) എന്ന് പറയുന്ന കോസ് h(x)ൻ്റെ റെസിപ്രോക്കലാണ്. അപ്പോൾ കോസ് h(x)ൻ്റെ തല തിരിച്ചിട്ടാൽ മതി. 2/e⁻x പ്ലസ് e⁻−x എന്നുള്ളതാണ് സീക്ക് h(x). ഹൈപ്പർബോളിക് കൊസീക്കൻ്റ്, കൊസീക്ക് എന്ന് പറയുന്നത് സൈനിൻ്റെ റെസിപ്രോക്കലാണ്. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കുക. സൈൻ h0, അതായത് നമുക്ക് എക്സിൻ്റെ സ്ഥാനത്ത് 0 എന്ന്. അപ്പോൾ ഡെഫിനിഷനിൽ e⁻0 മൈനസ് e⁻−0/2 എന്ന് പറയും. എനിത്തിങ് (0) എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ e⁻0 1, e⁻−0യും 1/2. അപ്പോൾ 1 മൈനസ് 1 എന്ന് പറയുന്നത് 0 വരും, 0/2 എന്ന് പറയുന്നത് 0. അതുപോലെ അടുത്ത് കോസ് h0, കോസ് h0 വരുമ്പോൾ ഡെഫിനിഷനിൽ കോസ് h(x)ൻ്റെ സ്ഥാനത്ത് എക്സിന് 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ e⁻0 പ്ലസ് e⁻−0/2, എനിത്തിങ് (0) എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ e⁻0 1 കിട്ടും, e⁻−0യും 1 കിട്ടും. അപ്പോൾ 1 പ്ലസ് 1 2/2 എന്ന് പറയുന്നത് 1. സിമിലർലി നമുക്ക് എക്സിന് ഏത് വാല്യൂ കൊടുത്ത് വേണമെങ്കിൽ ഹൈപ്പർബോളിക്കിൻ്റെ വാല്യൂസ് എടുക്കുക. സൈൻ h2 എന്ന് പറയുന്നത് ഈൻ്റെ പവറിൽ എന്ത് കൊടുക്കുക, എക്സിൻ്റെ സ്ഥാനത്ത് 2 വന്നു. അപ്പോൾ ഡെഫിനിഷനിൽ എക്സിന് പകരം 2 കൊടുക്കുക. e⁻2 മൈനസ് e⁻−2/2 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു, അതായത് കാൽക്കുലേറ്ററിൽ നമുക്ക് വാല്യൂ എടുക്കുമ്പോൾ 3.6269 എന്ന് കിട്ടും, വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്. കുറേ വാല്യൂസ് കാണും, അത് അപ്രോക്സിമേറ്റ് ചെയ്ത് ഇതിലോട്ട് കൊണ്ടുവന്നു. അടുത്ത് നമുക്ക് നോക്കേണ്ടത് ഹൈപ്പർബോളിക്കിൻ്റെ ഐഡൻറ്റിറ്റീസ് ആണ്. ഇതുപോലെ നമ്മൾ ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസും പഠിച്ചിട്ടുണ്ട്. സൈൻ h(x) പ്ലസ് കോസ് h(x) പ്ലസ് തിരിച്ചാലും കുഴപ്പമില്ല. കോസ് h(x) പ്ലസ് സൈൻ h(x) എന്ന് പറയുന്ന e⁻x, കോസ് h(x) മൈനസ് സൈൻ h(x) എന്ന് പറയുന്ന e⁻−x, കോസ് h² പ്ലസ് മൈനസ് സൈൻ h² എന്ന് പറയുന്നത് 1. നമ്മൾ അവിടെ പഠിച്ചത് സാധാ ട്രിഗ്നോമെട്രിയിൽ പഠിച്ചത് cos²x പ്ലസ് sin²x 1 എന്നാണ്. എന്നാൽ ഇവിടെ കോസ് h² മൈനസ് സൈൻ h² എന്ന് പറയുന്നത് 1, 1 മൈനസ് ടാൻ h² എന്ന് പറയുന്നത് സീക്ക് h²x, കോട്ട് h²x മൈനസ് 1 എന്ന് പറയുന്നത് കൊസീക്ക് h²x, ബാക്കി കോസ് ഓഫ് മൈനസ് എക്സ്. നമ്മൾ ട്രിഗ്നോമെട്രി പഠിച്ചത് കോസ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് കോസ് എക്സ്. സിമിലർലി ഇവിടെ മൈനസ് വരുമ്പോൾ മൈനസ് ഇല്ല. ഇനി സൈൻ h മൈനസ് എക്സ് എന്ന് പറയുന്നത് സൈൻ h(x). ബാക്കി ഫോമുലാസ് എല്ലാം അതുപോലെ. സൈൻ a പ്ലസ് ബി എന്ന് പറയുന്നത് സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി ആണ് ട്രിഗ്നോമെട്രിയിൽ. സിമിലർലി ഇവിടെ h വരുമ്പോൾ അതുപോലെ കൊടുത്താൽ മതി. ബാക്കിയുള്ള ഫോമുലാസ് എല്ലാം നോട്ടിലോട്ട് എഴുതി പഠിച്ചോളാം. അടുത്തത് ഹൈപ്പർബോളിക് ഫംഗ്ഷനുകളുടെ ഡെറിവേറ്റീവും ഇൻ്റഗ്രൽ വാല്യൂസും ആണ്. ഇപ്പം ഇവിടെ എഴുതിയിരിക്കുന്നത് ചെയിൻ റൂൾ അനുസരിച്ചിട്ടാണ്. അതായത് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു സൈൻ h(u) എന്ന് പറയുന്ന ആളെ വിത്ത് റെസ്പെക്ട് ടു എക്സിനാണ് ഡെറിവേറ്റീവ് എടുക്കുന്നത്. അപ്പോൾ സൈൻ h(u)ൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് കോസ് h(u).
അതായത് യു എന്ന് പറയുന്നത് വേറൊരു വേരിയബിൾ ആയതുകൊണ്ട് അയാളുടെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം പഠിക്കേണ്ടത് സൈൻ എച്ച് എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എച്ച് എക്സ്. എക്സിൽ പഠിച്ചാൽ മതി, ബാക്കി നമ്മൾ പ്രോബ്ലം വരുമ്പോൾ അതുപോലെ ചെയ്യുക. അപ്പോൾ ഫോർമുലാസ് എഴുതിയെടുക്കുമ്പോൾ എക്സ് ഇട്ട് ചെയ്യുക. സൈൻ എച്ച് എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എച്ച് എക്സ്, ഈ ഡി യു ബൈ ഡി എക്സ് വേണ്ട. കോസ് എച്ച് യുവിൻ്റെ ഡെറിവേറ്റീവ് സൈൻ എച്ച് യു. ശ്രദ്ധിക്കുക, നമ്മൾ ട്രിഗ്നോമെട്രിയിലാണെങ്കിൽ കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ആണ്, പക്ഷേ ഹൈപ്പർബോളിക് ഫംഗ്ഷൻ വരുമ്പോൾ കോസ് എച്ച് എക്സിൻ്റെ ഡെറിവേറ്റീവ് സൈൻ എച്ച് എക്സ്, ടാൻ എച്ച് എക്സിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് എച്ച് സ്ക്വയർ എക്സ്, കോട്ട് എച്ച് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക്ക് എച്ച് സ്ക്വയർ എക്സ്, സീക്ക് എച്ച് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സീക്ക് എച്ച് എക്സ് ടാൻ എച്ച് എക്സ്, കൊസീക്ക് എച്ച് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക്ക് എച്ച് എക്സ് കോട്ട് എച്ച് എക്സ്. അതായത് ഇതെല്ലാം എക്സിൽ എഴുതിയാൽ മതി വാല്യൂസ്, ഫോർമുലാസ്. ഇനി അവരുടെ ട്രിഗ്നോമെട്രിക് വാല്യൂസ് നമുക്ക് നോക്കാം. കോസ് എച്ച് എക്സിൻ്റെ ട്രിഗ്നോമെട്രി അല്ല, ഇൻ്റഗ്രൽ വാല്യൂസ്. കോസ് എച്ച് എക്സിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് സൈൻ എച്ച് എക്സ്, സൈൻ എച്ച് എക്സിൻ്റെത് കോസ് എച്ച് എക്സ്, സീക്ക് എച്ച് സ്ക്വയറിൻ്റെത് ടാൻ എച്ച് എക്സ്, കൊസീക്ക് എച്ച് സ്ക്വയറിൻ്റെത് മൈനസ് കോട്ട് എച്ച് എക്സ്, സീക്ക് എച്ച് എക്സ് ടാൻ എച്ച് എക്സിൻ്റെത് മൈനസ് സീക്ക് എച്ച് എക്സ്, ആൻഡ് കൊസീക്ക് എച്ച് എക്സ് കോട്ട് എച്ച് എക്സിൻ്റെത് മൈനസ് കൊസീക്ക് എച്ച് എക്സ്. ഇത് നോട്ടിലോട്ട് ഈ ഫോർമുലാസ് മാറ്റുന്ന സമയത്ത് യുവിന് പകരം എക്സ് ഇട്ട് ചെയ്താൽ മതി. ഓക്കെ, ആദ്യത്തെ പ്രോബ്ലം ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എച്ച് എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം കോസ് എച്ച് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് സൈൻ എച്ച് എക്സ് ആണ്. കോസ് എച്ച് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് സൈൻ എച്ച് എക്സ്. അപ്പോൾ നോക്കൂ, കോസ് എച്ച് എക്സ് ക്യൂബ്, കോസ് എച്ച് എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്ത് തന്നെയായിരിക്കും? സൈൻ എച്ച് എക്സ് ക്യൂബ് തന്നെയായിരിക്കും. പക്ഷേ നമ്മൾ ഫോർമുല പഠിച്ചിരിക്കുന്നത് എക്സിനുള്ള ഫോർമുലയാണ്, അതായത് കോസ് എച്ച് എക്സിൻ്റെ ഫോർമുലയാണ് സൈൻ എച്ച് എക്സ് എന്ന് പഠിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പം നമ്മൾ എക്സിന് ഇട്ടിട്ടുള്ള ഫോർമുല നമ്മളിവിടെ എഴുതി. പക്ഷേ ഫോർമുലയിലെ എക്സിന് പകരം ഇവിടെ വന്നിരിക്കുന്ന ആൾ എക്സ് ക്യൂബാണ്, അയാളുടെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ 3x² കൊണ്ട് എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവായ 3x² കൊണ്ട് മൾട്ടിപ്ലൈ. സോ ആൻസർ എന്ന് പറയുന്നത് 3x² സൈൻ എച്ച് എക്സ് ക്യൂബ്. ഇതാണ് ആൻസർ. ഇനി വേറൊരെണ്ണം ഡി ബൈ ഡി എക്സ് ഓഫ് ln ടാൻ എച്ച് എക്സ്. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കുമ്പോൾ നമ്മൾ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലോഗാണ്. ലോഗിനകത്താണ് വേറൊരു ഫംഗ്ഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1/x ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? 1/tan എച്ച് എക്സ് എന്ന് വരും. പക്ഷേ നമ്മൾ ലോഗ് എക്സിനാണ് 1/x പഠിച്ചിരിക്കുന്നത്. ഇവിടെ എക്സിന് പകരം വന്നിരിക്കുന്ന ടാൻ എച്ച് എക്സ് ആണ്. ടാൻ എച്ച് എക്സിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ടാൻ എച്ച് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് സീക്ക് എച്ച് സ്ക്വയർ എക്സ്. സോ ദ ആൻസർ ഈസ് സീക്ക് എച്ച് സ്ക്വയർ എക്സ് ബൈ ടാൻ എച്ച് എക്സ്. ഇനി വേറൊരു പ്രോബ്ലം, ഇൻ്റഗ്രൽ സൈൻ h raised to 5x cos hx dx. അപ്പോൾ ഇത് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ പഠിച്ച ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ചാണ് നമ്മളിവിടെ ചെയ്യുന്നത്. നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് സൈൻ എച്ച് എക്സിനാണ്. എന്തിനാണ് സൈൻ എച്ച് എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തതെന്ന് ഇപ്പോൾ മനസ്സിലാവും. നമ്മൾ സൈൻ എച്ച് എക്സ് കൊടുത്തു. ഇതിൻ്റെ ഡി യു എന്ന് പറയുന്നത് സൈൻ എച്ച് എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എച്ച് എക്സ് ഡി എക്സ് ആണ്. അപ്പോൾ നോക്കൂ, ഇവിടെ കോസ് എച്ച് എക്സ് ഡി എക്സിന് ഇത്രയും ആൾക്കാർക്ക് പകരം ആരെ കൊടുത്താൽ മതി? ഡി യുന്. അപ്പോൾ ഈ ഇൻ്റഗ്രല് സൈൻ എച്ച് എക്സിന് പകരം യു. അപ്പോൾ യു റൈസ് ടു 5 ഇൻറ്റു കോസ് എച്ച് എക്സ് ഡി എക്സിന് പകരം നമ്മൾ കൊടുക്കുന്നത് ഡി യു. ഇനി നമുക്കറിയാം യു റൈസ് ടു 5ൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് യു റൈസ് ടു 5 + 1/5 + 1 + c വിച്ച് ഈസ് ഈക്വൽ ടു യു റൈസ് ടു 6/6 + c. യു നമ്മുടെ ക്വസ്റ്റ്യനിലില്ല, നമ്മൾ കൊടുത്തതാണ്. അപ്പോൾ തിരിച്ച് യുവിന് സൈൻ എച്ച് എക്സ് കൊടുക്കുക. അപ്പോൾ ഈക്വൽ ടു 1/6 സൈൻ h റൈസ് ടു 6x + c. ദിസ് ഈസ് ദി ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രൽ ടാൻ എച്ച് എക്സ് ഡി എക്സ്. അപ്പോൾ നമ്മളൊരു നേരത്തെ ഒരു സെറ്റ് ഫോർമുലാസ് കണ്ടായിരുന്നു. അതിൽ ടാൻ എച്ച് എക്സിൻ്റെ ഇൻ്റഗ്രൽ ഇല്ല. അത് നോക്കൂ, കോസ് സൈന് സീക്ക് കൊസീക്ക് സീക്ക് എച്ച് എക്സ് ടാൻ എച്ച് എക്സ് കൊസീക്ക് എച്ച് എക്സ് ഇത്രയും ആൾക്കാരുടേതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ടാൻ എക്സിൻ്റെ നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ടാൻ എച്ച് എക്സിൻ്റെ ഇൻ്റഗ്രൽ എങ്ങനെ കണ്ടുപിടിക്കാം? ഈക്വൽ ടു ടാൻ എച്ച് എക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം സൈൻ എച്ച് എക്സ് ബൈ കോസ് എച്ച് എക്സ് ആണെന്നറിയാം ഡി എക്സ്. അപ്പോൾ നോക്കൂ, നമുക്ക് ഇൻ്റഗ്രേഷനിൽ ഒരു റിസൾട്ട് ഉണ്ട്. ഇൻ്റഗ്രൽ എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ലോഗ് മോഡ് എഫ് ഓഫ് എക്സ് പ്ലസ് സി.
അതായത് നമ്മുടെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ഫംഗ്ഷൻ നോക്കൂ, ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവാണ് ന്യൂമറേറ്ററിലെങ്കിൽ, ഒന്നും കൂടി, ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവാണ് ന്യൂമറേറ്ററിൽ കിടക്കുന്നതെങ്കിൽ ഇൻ്റഗ്രേഷൻ ഒന്നും ചെയ്യേണ്ട, ഡയറക്റ്റ് റിസൾട്ടാണ് ലോഗ് മോഡ് എഫ് ഓഫ് എക്സ്, അതായത് ഡിനോമിനേറ്റർ അതുപോലെ കൊടുക്കുക. അപ്പോൾ ഇവിടെ നോക്കൂ, നമ്മളിപ്പോൾ ടാൻ എച്ച് എക്സിന് നമ്മൾ എങ്ങനെയാക്കി, സൈൻ എച്ച് എക്സ് ബൈ കോസ് എച്ച് എക്സ് എന്നാക്കി. അപ്പോൾ കോസ് എച്ച് എക്സ് ആണ് എഫ് ഓഫ് എക്സ്, കോസ് എച്ച് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് ആര്, സൈൻ എച്ച് എക്സ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ വന്നാൽ ഡയറക്റ്റ് ആൻസർ. ചില നമുക്ക് ലോഗെന്നും എൽ എൻ എന്നും മാറ്റി മാറ്റി എഴുതാതൊന്നും തെറ്റില്ല. അപ്പോൾ എൽ എൻ അല്ലെങ്കിൽ ലോഗ് മോഡ് ഡിനോമിനേറ്റർ കോസ് എച്ച് എക്സ് പ്ലസ് സി. ഇനി നമുക്ക് ഈ മോഡുലസ് കൂടെ മാറ്റിയിട്ട് ലോഗ് കോസ് എച്ച് എക്സ് പ്ലസ് സി, അതായത് ലോഗിനകത്ത് ഒരിക്കലും നെഗറ്റീവ് വാല്യൂസ് വരില്ല. നെഗറ്റീവ് വാല്യൂസിൻ്റെ ഒന്നും ലോഗരിതംസ് ഡിഫൈൻഡ് അല്ല, ഉറപ്പായിട്ട് അവിടെ പോസിറ്റീവ് വാല്യൂസേ വരുള്ളൂ. അപ്പോൾ നമുക്കിത് ലോഗ് കോസ് എച്ച് എക്സ് പ്ലസ് സി എന്ന് എഴുതാം. ഓക്കെ, അടുത്തത് ഹാങ്ങിങ് കേബിൾസ് ആണ്. അതായത് നമ്മുടെ ഈ ഹൈപ്പർബോളിക് ഫങ്ഷൻസ് ആപ്ലിക്കേഷൻ രീതിയിൽ, അതായത് പ്രാക്ടിക്കൽ യൂസിന് എവിടെ വരും എന്ന് ചോദിച്ചാൽ നമ്മുടെ ടെക്സ്റ്റിൽ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പോലെ തന്നിട്ടുണ്ട്. Hyperbolic functions arise in vibratory motions inside elastic solids and more generally in many problems where mechanical energy is gradually absorbed by a surrounding medium. They also occur when a homogeneous flexible cable is suspended between 2 points as with a telephone line hanging between 2 poles. അതായത് ഈ ഹൈപ്പർബോളിക് ഫങ്ഷൻസ് നമുക്ക് ഉപയോഗിക്കുന്നത് ഈ പറയുന്ന കേസുകളിലാണ്. അതിൽ ഒരു കേസാണ് ഈ പറഞ്ഞിരിക്കുന്നത്. രണ്ട് പോൾസിൻ്റെ ഇടയിൽ ഒരു ഹാങ്ങിങ് കേബിൾ കെട്ടിയിട്ടാൽ ഈ ഒരു ഷേപ്പിലായിരിക്കും, ഇതാണ് ഹാങ്ങിങ് കേബിൾ, ഈ ഒരു ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. ഈ ഷേപ്പിന് പറയുന്ന പേരാണ് കാറ്റനറി എന്ന് പറയുന്നത്. ആൻഡ് ഈ ഷേപ്പിന് ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനാണ് y = a cos h x by a plus c. ഇതൊന്ന് പഠിച്ചു വെച്ചിരിക്കുക, ഒരു മാർക്കിന് വേണമെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്ന പ്രോബ്ലത്തിൽ ഇതിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഹാങ്ങിങ് കേബിൾസ് എന്ന് പറയുന്നത് രണ്ട് പോൾസ് സപ്പോർട്ട് ചെയ്തിട്ട് ഒരു വയർ കെട്ടിക്കഴിഞ്ഞാൽ അത് ഈ ഒരു ഷേപ്പിൽ കിടക്കും. ഈ ഷേപ്പിന് പറയുന്ന പേരാണ് കാറ്റനറി. ആൻഡ് ദിസ് കർവ്, ഈ കർവിൻ്റെ ഇക്വേഷനാണ് y = a cos h x cos h x by a plus c എന്ന് പറയുന്നത്. ആൻഡ് എന്നും സി എന്നും പറയുന്നത് parameters determined by the distance between the poles and the composition of the cable. ഈ ഡിസ്റ്റൻസ്, അതായത് നമുക്ക് പ്രോബ്ലം വരുമ്പോഴത്തേക്ക് എയും സി എന്താണെന്ന് പറയാം. ഓക്കെ, ക്വസ്റ്റ്യൻ വരുന്നത്, എ 100 feet wire is attached at its ends to the tops of two 50 feet poles that are positioned 90 feet apart. How high above the ground is the middle of the wire? അപ്പോൾ ഇത് നമുക്കൊന്ന് വരയ്ക്കുമ്പോൾ ഈ തന്നിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമുക്കൊരു ഫിഗർ വരയ്ക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പൊതുവെ മീറ്റർ സെൻറ്റിമീറ്ററിലാണ് പഠിച്ചിരിക്കുന്നത്, പക്ഷെ നമ്മുടെ ടെക്സ്റ്റിൽ യൂണിറ്റ്സ് എല്ലാം പറയുന്നത് ഈ ഫീറ്റിലൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു 100 feet, അതായത് 100 feet ലോങ് ആയിട്ടുള്ളൊരു വയറിനെ രണ്ട് പോൾസ്, ഈ പോൾസിൻ്റെ ഹൈറ്റാണ് 50 feet, 50 feet ഹൈറ്റുള്ള പോൾസിൽ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. ആൻഡ് വയറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നതാണ് 100 feet. അങ്ങനെയെങ്കിൽ ആൻഡ് ദ പോൾസ് ആർ പൊസിഷൻഡ് 90 feet അപ്പാർട്ട്. ഈ രണ്ട് പോൾസും തമ്മിൽ 90 feet എപ്പാർട്ടായിട്ടാണ് ഈ പോൾസ് തമ്മിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഈ പറയുന്ന വയറിൻ്റെ മിഡിൽ പോർഷൻ എത്ര ഹൈറ്റിലായിരിക്കും ഉണ്ടായിരിക്കുക എന്നതാണ് ചോദ്യം. ഹൗ ഹൈ എബവ് ദ ഗ്രൗണ്ട് ഈസ് ദ മിഡിൽ ഓഫ് ദ വയർ? വയറിൻ്റെ മിഡിൽ ഭാഗം എന്ന് പറയുന്നത് ഗ്രൗണ്ടിൽ നിന്ന് എത്ര ഹൈറ്റ് മാറിയിട്ടാണ്. ഇത് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല ആർക്ക് ലെങ്തിൻ്റെ ഫോർമുലയാണ്. L = ഇൻ്റഗ്രൽ C മുതൽ D വരെ √1 + dx/dy, അല്ലെങ്കിൽ a മുതൽ b വരെ. ഇപ്പോൾ നമുക്ക് ഓക്കെ a to b, ഇതായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുന്ന ഫോർമുല. ഇൻ്റഗ്രൽ a to b 1 + dy/dx (2 dx). ആർക്ക് ലെങ്ത് ഫോർമുലയിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ലെങ്ത് നമുക്ക് തന്നിരിക്കുന്ന ഇതൊരു ആർക്ക് പോലെയല്ലേ, ഈ ആർക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 100 = എവിടം തൊട്ട് എവിടം വരെയാണ്. ഇത് സപ്പോസ് x ആക്സസ് എന്നും ഇതൊന്ന് y ആക്സസ് എന്നും കൺസിഡർ ചെയ്താൽ x റേഞ്ച് ചെയ്യുന്നത്, അതായത് 90 feet എപ്പാർട്ടാണ്. അപ്പോൾ ഇങ്ങോട്ട് 45, മിഡിൽ പോർഷൻ ആയതുകൊണ്ട് ഇങ്ങോട്ട് 45, ഇങ്ങോട്ട് 45 ആയിരിക്കും. അപ്പോൾ -45 മുതൽ 45 വരെ √1 + dy/dx (2 dx). ഇനി അടുത്ത് -45 മുതൽ 45-നെ നമുക്ക് 2 × ഇൻ്റഗ്രൽ 0 to 45 എന്ന് എഴുതാം. ഇത് ഇൻ്റഗ്രേഷൻ്റെ ഒരു റിസൾട്ടാണ്.
അകത്ത് ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ മാത്രമേ അതിന് ഇങ്ങനെ എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ 2 × ഇൻ്റഗ്രൽ 0 to 45 റൂട്ട് ഓഫ് 1+. ഇനി നമുക്കറിയാം ഇതൊരു കാറ്റനറി ഷേപ്പാണ്. കാറ്റനറി ഷേപ്പിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് y = a cos h x/a + c ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ് വേണ്ടത്. dy/dx കണ്ടുപിടിക്കുക. a കോൺസ്റ്റൻ്റ് ആണ്. cos h x-ൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് sin h x/a. പക്ഷേ നമുക്ക് വന്നത് x/a ആണ്. അയാളുടെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ x/aയുടെ ഡെറിവേറ്റീവ് 1/a ആണ്. c എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ്. അപ്പോൾ അയാളുടെ ഡെറിവേറ്റീവ് 0 ആയിപ്പോൾ. ഇവിടെ എയും എയും ക്യാൻസൽ ചെയ്തിട്ട് പിന്നെ നമ്മുടെ കയ്യിലുള്ളത് sin h x/a. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് dy/dxൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ dy/dx സ്ക്വയർ എന്ന് പറയുന്നത് sin h² x/a എന്ന് വരും. അപ്പോൾ അതിനെ നമുക്ക് ഇതിനകത്തോട്ട് കൊടുക്കാം. sin h² x/a × dx. അത് ഇൻ്റഗ്രേഷൻ്റെ dx ആണ് വന്നിരിക്കുന്നത്. ഇനി നമുക്കറിയാവുന്ന ഫോർമുല cos h² x - sin h² x എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനെയെങ്കിൽ അവിടെ നിന്ന് cos h² x എന്ന് പറയുന്നത് 1 + sin h² x എന്ന് വരും. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് 2 × ഇൻ്റഗ്രൽ 0 to 45 റൂട്ട് ഓഫ് cos h² x/a dx എന്ന് എഴുതാം. റൂട്ടിനകത്ത് കോസ് 2 വട്ടം ഉണ്ട്. അപ്പോൾ റൂട്ടിൻ്റെ വെളിയിൽ ഇറങ്ങുമ്പോൾ 2 × ഇൻ്റഗ്രൽ 0 to 45 cos h x/a dx എന്ന് വരും. ഇനി നമുക്ക് ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കാം. 2 × cos h x-ൻ്റെ ഡെറിവേറ്റീവ് sin h x/a ആണ്. ഇനി x/aക്ക് വന്ന 1/a കൊണ്ട് നമ്മൾ അതായത് ഡെറിവേറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് ഇൻ്റഗ്രേഷനിൽ ചെയ്യുക. ഇവിടെ 1/a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, കാരണം അത് ഡെറിവേറ്റീവ് ആയിരുന്നു. ഇനി നമുക്ക് തന്നിരിക്കുന്ന റേഞ്ച് എന്ന് പറയുന്നത് 0 മുതൽ 45 വരെ. അപ്പോൾ = ഈ a കൂടെ കറങ്ങി മുകളിൽ വരുമ്പോൾ 2a. ഇനി നമുക്കിതിന് അപ്പർ ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ sin h അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 45/a എന്നും ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ sin h 0/a വരും. 0/a is 0. സോ = 2a അകത്ത് sin h 45/a എന്ന് വരും. മറ്റത് 0 ആണ്. അപ്പോൾ -0 = 2a sin h 45/a. ഇതിൽ ഈ എയും എയും ക്യാൻസൽ ചെയ്യരുത്. ഇത് സൈനിൻ്റെ ആംഗിളാണ് ഈ എ. ഒരിക്കലും അതിനകത്തോട്ട് അതായത് ഈ എയും കൂടെ ഡിവൈഡ് ചെയ്യാനായിട്ട് കട്ട് ചെയ്ത് കളയാനായിട്ട് നിൽക്കരുത്. അത് തെറ്റാണ്. സോ ദിസ് ഈസ് ദ ആൻസർ. അപ്പോൾ 100 = ഇനി നമുക്ക് പൂർണ്ണമായി ആൻസർ ആയിട്ടില്ല. എയുടെ വാല്യൂ കൂടെ നമുക്ക് കണ്ടുപിടിക്കണം. അത് ഇൻ്റഗ്രേഷൻ്റെ ആയിരുന്നു. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് 100 ഉണ്ട്. 100 = 2a sin h 45/a എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ അവിടെ നിന്ന് a sin h 45/a എന്ന് പറയുന്നത് 100/2 = 50 എന്ന് ആൻസർ വരും.